ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 3-ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ യേശു 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഒരു വിളക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. 2, ഒരു അളവിനെ കുറിച്ച് പറയുന്നുണ്ട്. യേശു പറയുന്നത് ഇങ്ങനെയാണ്: വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിനടിയിലോ വെക്കാനല്ല, പീഠത്തിന്മേൽ വെക്കാനാണ്. അത് വെളിച്ചം മറ്റുള്ളവർക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ്. വെളിച്ചം മറ്റുള്ളവർക്കിലേക്ക് എത്തണം. വെളിച്ചം ഈശോ തന്നെയാണ്. ഈശോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. യേശുവാകുന്ന വെളിച്ചത്തെ ഒരാൾ സ്വീകരിച്ചു കഴിയുമ്പോൾ അയാളുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ ഈ വെളിച്ചം ഏതളവിൽ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന വിളക്കാവുന്നു. ഇതാണ് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കേണ്ടത്. നമ്മളാണ് വിളക്ക്, ക്രിസ്തുവാണ് വെളിച്ചം. അത് ഏതളവിൽ മറ്റുള്ളവരിലേക്ക് എത്തുന്നു, എത്ര ശക്തമായ രീതിയിൽ ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് എത്തുന്നു. നമ്മുടെ നന്മകൾ, നമ്മുടെ വാക്ക്, പ്രവൃത്തിയും പെരുമാറ്റം, നമ്മുടെ നീതിബോധം, കരുണ, ഇതൊക്കെ ഈ വെളിച്ചമാണ്. നമ്മൾ ഓർക്കണം, ഈ ഇമേജറി ഈശോ സ്നാപകനെ ഒരു മോഡലാക്കിയിട്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞിങ്ങനെയാണ് സ്നാപകനെ കുറിച്ച്: കത്തിജ്വലിക്കുന്നൊരു വിളക്കായിരുന്നു അവൻ. കത്തിജ്വലിക്കുന്നൊരു വിളക്കായിരുന്നു അവൻ. അവൻ വിളക്കാണ്, പക്ഷെ വെളിച്ചം ഞാനാണ് എന്നാണ് അതിനർത്ഥം. ഞാനാണ് വെളിച്ചം. ഞാനാവുന്ന വെളിച്ചത്തെ പകർന്നു നിൽക്കുന്ന രീതിയിൽ കത്തിജ്വലിച്ച് നിൽക്കുന്നൊരു വിളക്കായിരുന്നു അവരെന്ന് ഈശോ വ്യക്തമാക്കിയ. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലും ഏതളവിൽ നമ്മൾ ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. വെളിച്ചം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന വിളക്കായി നമ്മൾ ജീവിക്കുമ്പോഴും അത് ചില പറകൾ കൊണ്ട് അടച്ചു വെക്കപ്പെടുന്നുണ്ട്. പറ കൊണ്ട് അടച്ചു വെക്കപ്പെടുന്നു, പറയുടെ കീഴിൽ വെക്കുന്നു എന്ന് പറയുന്നുണ്ട്. പറ എന്താണെന്ന് ചോദിച്ചാൽ ഒരു അളവ് ഉപാധിയാണ്, അളക്കാനുള്ളൊരു ഉപാധിയാണ് പറ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ വിളക്കും പറയും ഒക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളതാണ്. പറയുടെ കീഴിലേക്ക് വിളക്കെടുത്ത് വെച്ചാൽ വെട്ടം ആർക്കും കിട്ടത്തില്ല. ഇപ്പം കത്തിച്ചൊരിക്കുന്നൊരു വിളക്കായിട്ടൊക്കെ നിന്നെന്ന് പറഞ്ഞാലും പറ കൊണ്ട് അതിനെ മൂടാൻ പാടില്ല. സത്യത്തില് നമ്മൾ ഓർക്കേണ്ടത്, ഈ പറ എന്ന് പറയുന്നത് നമ്മളുടെ അളന്ന് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ. ഇതിലൂടെയാണ് നമ്മൾ അളന്നു കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ പലതുമുണ്ട്. നമ്മുടെ സ്നേഹമുണ്ട്, നമ്മുടെ സമ്പാദ്യമുണ്ട്, നമ്മുടെ സമയമുണ്ട്, നമ്മുടെ പരിഗണനയുണ്ട്, ആശ്വാസമുണ്ട്, നമ്മുടെ കരുതലുണ്ട്. ഇതൊക്കെ നമ്മളിലുണ്ട്. ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. പക്ഷെ ഇതെല്ലാം നമ്മൾ അളന്നാണ് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ അളവ് കുറയാൻ പാടില്ല എന്നുള്ളതാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത്. പകർന്നു കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഇവയൊക്കെ, ഈ നന്മകളൊക്കെ പകർന്നു കൊടുക്കാൻ ഉപയോഗിക്കുന്ന അളവിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ് പറ. സത്യത്തില് നമ്മൾ സഭയുടെ കാഴ്ചപ്പാടിൽ, സഭയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സഭയുടെ സിസ്റ്റംസ് ആണ് ഈ പറയുന്നത് പറയുന്നത്. നമ്മുടെ ആശുപത്രികള്, നമ്മുടെ സ്കൂളുകള്, നമ്മളുടെ സംഘടനകള്, നമ്മളുടെ സാമൂഹിക സേവന ഇടപെടലുകൾ, ഇതെല്ലാമാണ് ഈ പറ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇങ്ങനെ ഉപാധികളില്ലാതെ കരുണയും സ്നേഹവും നന്മയും ഒക്കെ വിതരണം ചെയ്യേണ്ടതാണെന്ന് ഈശോ ആഗ്രഹിക്കുമ്പോൾ ഇതൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടി ഒരു അളവ് സഭ സൂക്ഷിക്കുന്നു. അതാണ് എൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചറലൈസ്ഡ് ആയിപ്പോയി, സിസ്റ്റം ആയിപ്പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ചില സമയങ്ങളിൽ സഭയെക്കുറിച്ച് നമ്മൾ പരാതിയും വിലാപവും ഒക്കെ പങ്കുവയ്ക്കുന്നതിൻ്റെ കാരണം ഈ ഒരു പറയെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. ഈ പറ കൊണ്ട് നീ നിന്റെ വിളക്കിനെ മൂടിക്കളയല്ലേ. ഞാനാകുന്ന വെളിച്ചം പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് കത്തിച്ചൊരിക്കുന്നൊരു വിളക്കായി നീ നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ സിസ്റ്റംസ് കൊണ്ട് നീ എന്നെ തന്നെ മൂടിക്കളയുക. ഇതെല്ലാം പങ്കുവയ്ക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി വെച്ചിരിക്കുന്ന സിസ്റ്റംസ്, അതാണ് പറ. ഈ പറ കൊണ്ട് തന്നെ നീ വിളക്ക് മൂടിക്കളഞ്ഞുകൊണ്ടിരിക്കുക പാടില്ല. ഈ പറ കൊണ്ട് അളക്കുന്നതിനപ്പുറത്തേക്ക് നിന്റെ അളവുകൾ പോകട്ടെ എന്നാണ് ഈശോ പറയുന്നത്. അപ്പൊ നമ്മൾ പിന്നെ ഈ അളവിനെ കുറിച്ച് വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ, നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും, കൂടുതലും ലഭിക്കും. അതായത് കൂടുതൽ നീയും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഈ അളവ് പോലെയൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനപ്പുറത്തേക്ക് നിനക്ക് കൊടുക്കാൻ സാധിക്കണം. എപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട്. നമ്മൾ കത്തോലിക്കസിലേക്ക് ആശുപത്രികളൊക്കെ ഉണ്ട്. ഞാൻ ആശുപത്രിയിൽ സേവനം ചെയ്തത്. അതിൽ നമ്മൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചാരിറ്റി ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ ലിമിറ്റഡ് ചാരിറ്റിയാണ് ചെയ്യുന്നുണ്ടിരിക്കുന്നത്.
എൻ്റെ ഒരു ഗവൺമെൻറ് അനുശാസിക്കുന്ന അത്രയും ചാറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ ആ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളും ഗൈഡ് ലൈൻസും ഇതൊക്കെയാണ് ഈ അളവെന്ന് പറയുന്നത്. ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഉപാധികളില്ലാതെ കരുണ കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ചാറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് സ്കൂളുകളിൽ പറ്റും, സോഷ്യൽ സർവീസിൽ പറ്റും, സംഘടനകൾ കൊണ്ട് പറ്റും. ഇതിലെല്ലാം നമുക്ക് ഈ ഉപാധികളില്ലാതെ കരുണ കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ അളവ് ഇല്ലാതെ അളന്നെടുത്ത് കൊടുക്കാൻ ഉപയോഗിക്കുന്ന സിസ്റ്റംസ് ഒക്കെ ഇരിക്കട്ടെ, പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇതിന് കൊടുക്കാൻ സാധിക്കും. അതനുസരിച്ച് ദൈവം തിരിച്ചു തരികയും ചെയ്യും. നീ അളക്കുന്ന അളവും അതിനപ്പുറവും ദൈവം നിന്നിലേക്ക് തരുമെന്നാണ് ഈശോ പറയുന്നത്. അപ്പൊ ഇതിനാണ് ഈ സിസ്റ്റംസ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിന്റെ അളവൊക്കെ പറയുന്നുണ്ട് പലരും, ഇത്രയൊക്കെ ചെയ്യണം, ഇത്രയെങ്കിലും ചെയ്യണം എന്നൊക്കെയുള്ള നിർദ്ദേശം കൊണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ചെയ്യാനായിട്ടുള്ളൊരു ശ്രദ്ധ പുലർത്തുന്നതിനെയാണ് നമുക്ക് ഈ സുവിശേഷത്തിലൂടെ വായിച്ചെടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഈ അളവ് കോലുകൾ അല്ലെങ്കിൽ അളവ് പാത്രങ്ങൾ, അതിനെയാണ് പറ എന്ന് പറയുന്നത്. ഇതേ സിസ്റ്റം കൊണ്ട് തന്നെ നന്മയുടെ വെളിച്ചത്തെ വിളക്ക് സഹിതം മൂടിക്കളയുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പരാജയം എന്ന് പറയപ്പെടുന്നത്. ഇത് സത്യത്തിൽ ഈ ഒരു സുവിശേഷ ഭാഗം വളരെ റെലവെന്റ് ആണ്. നമ്മുടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കത്തോലിക്ക സഭയുടെ ഓരോ രൂപതകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന, ഓരോ സംഘടനയിലും ഓരോ സന്യാസങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ വളരെ വ്യക്തമായ ഒരു അവതരണമാണ് ഇത്. നീ ഒരു വിളക്കായി മാറണം, പക്ഷെ വിളക്കിലെ വെളിച്ചം ഞാനാണ്. അത് കത്തിച്ചൊലിച്ച് മറ്റുള്ളിലേക്ക് എത്താൻ നീ ശ്രമിക്കണം. പക്ഷെ ഇത് നീ ശ്രമിക്കുമ്പോഴും ഇതൊക്കെ പകർന്നു കേൾക്കാൻ ഉപയോഗിക്കുന്ന സിസ്റ്റംസ് ആകുന്ന പറ, അളക്കാൻ ഉപയോഗിക്കുന്ന പറ, അതുകൊണ്ട് തന്നെ നീ ഈ വിളക്കിനെ മൂടിക്കളയുന്നുണ്ട്. അതല്ല, അതെടുത്ത് മാറ്റണം. ഈ അളവല്ല, ഈ അളവിന് അപ്പുറത്തേക്ക് ഉപാധികളില്ലാതെ നീ കരുണ പങ്കുവെക്കുക. അപ്പോൾ അതിന് ഇരട്ടിക്കരുണ നിന്നിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ഇതാണ് ഈ സുവിശേഷം. ഇത് വ്യക്തമായിട്ടും ഒരു ഐ ഓപ്പണറായിട്ടൊക്കെ നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ കണ്ടു തുറക്കാനും പുതിയ കാഴ്ചപ്പാടിലേക്ക് നീങ്ങാനും തെറ്റ് തിരുത്താനൊക്കെ വേണ്ടിയുള്ള സുവിശേഷമായിട്ട് നമ്മളിനെ സ്വീകരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര മനോഹരമാണ്. ഇവിടെയൊക്കെ രൂപതയിലെ വ്യത്യസ്ത സ്ഥാപനങ്ങളും വ്യത്യസ്ത സംഘടനകളും ഒക്കെ ഈ സുവിശേഷഭാഗത്തിൻ്റെ ഉൾപ്പൊരുൾ കുറെ കൂടി ആഴത്തിൽ ഗ്രഹിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.